നമസ്കാരം. അപ്പൊ ഇന്ന് മലബാർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത്. ഈ നോയമ്പ് കാലത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ചട്ടിപ്പത്തിരി ഒരുപാട് ലേയേഴ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പൊ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഏകദേശം ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം, പേസ്റ്റ് രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നല്ല രീതിക്ക് ഇതിന്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടട്ടെ. നമ്മളിന്ന് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. അപ്പൊ ബീഫ് വെച്ചിട്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കാം. ഇനി നമുക്ക് ചിക്കനും ബീഫും അതുപോലെ മുട്ടയും അങ്ങനെ 3 ലെയർ ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് ലെയർ ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കറി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊരല്പം മതി. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ ആണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ തന്നെ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിച്ച് വെച്ചത്. വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. വേവിച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ഇതിന് പകരം നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ക്രഷ് ചെയ്തെടുക്കത്തില്ല, അതേപോലെ മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മുടെ ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പൊ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മസാലയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ മൈദമാവാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദമാവാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് 4 തൊട്ട് 5 ബോൾസ് വരെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ, ചപ്പാത്തി മാവൊക്കെ പോലെ തന്നെ. ഞാനിവിടെ ചെറിയൊരു പാത്രമാണ് കേട്ടോ ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ എടുത്തേക്കുന്നത്. അപ്പൊ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മാവിന്റെ അളവും കൂട്ടണം. കാരണം നമ്മൾ ഏത് പാത്രമാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ എടുക്കുന്നത് ആ ഒരു അളവിൽ വേണം കേട്ടോ നമ്മുടെ ഈ പത്തിരിയും പരത്തി എടുക്കാനായിട്ട്. അപ്പൊ ഞാനിത് 4 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പൊ പരത്തിയെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാവേ. അപ്പൊ ഇതാ ആദ്യത്തേത് ഞാനിവിടെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പൊ അല്പം പൊടിയൊക്കെ തൂവി കൊടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാവേ. അപ്പൊ ഇത് ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, നമ്മുടെ പാത്രത്തിന്റെ അളവും ഇതും തമ്മിൽ സെയിം ആണോ ഡിഫറെന്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. ഏകദേശം സെയിം ആയാൽ മതി. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ഇങ്ങനെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം നല്ല രീതിക്കൊന്ന് യോജിച്ച് കിട്ടാനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ചട്ടിപ്പത്തിരിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു സംഭവം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. വേറൊന്നും അല്ല കേട്ടോ, 3 മുട്ട ഞാൻ പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തു വെച്ചത്. ഇനിയിപ്പോ ഈ ലെയറിന്റെ ഇടയ്ക്ക് ഒരു ലെയറിൽ ഞാൻ ഇത് വെച്ച് കൊടുക്കും. ഇനി മുട്ട വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പരത്തിയെടുത്ത പത്തിരി ഓരോന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഓവറായിട്ട് മുറിച്ചെടുക്കല്ലോ കേട്ടോ, പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനെ തന്നെ ഞാൻ എല്ലാ പത്തിരിയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒട്ടും തന്നെ എണ്ണയോ ഒന്നും ഇതിൽ പുരട്ടിയെടുക്കാൻ പാടില്ല. ഇത് വെറുതെ വേണം കേട്ടോ ഇങ്ങനെ ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന്റെ താഴെയും സൈഡിലുമായിട്ട് അല്പം നെയ്യ് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം വെക്കുന്ന പത്തിരി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇല്ലേ, അതിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കന്റെ മസാലയും വെച്ച് കൊടുത്ത് അടുത്ത ലെയറും ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അടുത്ത ലെയറിന് നമ്മൾ പത്തിരി വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മുട്ടയുടെ മിക്സിൽ നല്ല രീതിക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചിക്കന്റെ മിക്സ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ലെയറിൽ ഞാനിതാ പുഴുങ്ങിയ മുട്ട നമ്മൾ നടുവെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഞാനിങ്ങനെ മുട്ട വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പത്തിരി കുറച്ചൊന്ന് ബെൾജായിട്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഈവൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ മുട്ട വെക്കുന്നത് അവനവന്റെ ഇഷ്ടമാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ ഇതേപോലെ പത്തിരി വെച്ചു. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചിക്കന്റെ മിക്സും കൂടെ വെച്ചു. അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു പത്തിരി വെച്ച് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പൊ ഞാൻ 3 ലെയറാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ 4 പത്തിരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് സൈഡിലൂടെയും മുകളിലൂടെയും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു അടപ്പ് വെച്ച് മൂടി കുറച്ച് സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ നല്ല രീതിക്കൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ചട്ടിപ്പത്തിരി ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പത്തിരിയുടെ മുകളിലത്തെ സൈഡ് ഒന്ന് മുരിച്ചെടുക്കാനായിട്ട് ഞാൻ പത്തിരി മറിച്ചിട്ടതിന് ശേഷം പാനിലിട്ട് കുറച്ച് സമയം ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ എത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലെയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. മലബാർ ഏരിയയിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. റമദാൻ സമയത്താവട്ടെ അല്ലെങ്കിൽ സൽക്കാരങ്ങൾക്കും ഒക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു സ്നാക്കാണ്. അപ്പം എളുപ്പമല്ല ഇത് തയ്യാറാക്കാൻ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു റമദാൻ സമയത്ത് നിങ്ങൾ തയ്യാറാക്കുന്ന സ്നാക്ക് ലിസ്റ്റിലേക്ക് ഈ ഒരു സ്നാക്കും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണേ. ഇത് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.